തർക്കത്തിനൊടുവിൽ സമവായം. ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ദേശീയ സെക്രട്ടറിയായിരുന്ന ബിനു ചുള്ളിയിൽ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അബിൻ വർക്കിയും ദേശീയ സെക്രട്ടറിയാകും. നൃപൻ ചക്രവർത്തി ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. നൃപൻ, ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു, ഗ്രൂപ്പുകളുടെ വടംവലികളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു, അല്ലേ? സിത, അങ്ങനെ തന്നെ പറയാം. കാരണം മാസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ചയായിരുന്നു. അതായത് നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം കഴിഞ്ഞ 1.5 മാസക്കാലമായി പുതിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനാകാത്ത പ്രശ്നം നേരിട്ടിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2ാം സ്ഥാനത്ത് വന്ന യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 2ാം സ്ഥാനത്ത് വന്ന ആളാണ് വൈസ് പ്രസിഡന്റ് ആവുക. അങ്ങനെയാണ് നിലവിൽ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിൽ അലങ്കരിച്ചിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തെയാണ് അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കേണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല വിഭാഗത്തിന്റെ ശക്തനായ നേതാവായതുകൊണ്ട് തന്നെ മറുവിഭാഗം എ വിഭാഗത്തിന് സാധാരണ ലഭിക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി. എന്നാൽ എ വിഭാഗം മുന്നോട്ട് വെച്ചത് കെ.എം. അഭിജിത്തിനെ ആയിരുന്നു. പക്ഷെ കെ.എം. അഭിജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. അപ്പോൾ പകരം പറഞ്ഞ പുതുതായി ഈ പറയുന്ന ഷാഫി പറമ്പിൽ വിഭാഗം മുന്നോട്ട് വെച്ച നേതാവാണ് ഒ.ജെ. ജനീഷ്. പക്ഷേ ബിനു ചുള്ളിയലിന് വേണ്ടിയാണ് ശക്തമായി കെ.സി. വേണുഗോപാൽ വിഭാഗം വാദിച്ചിരുന്നത്. പക്ഷേ ബിനു ചുള്ളിയിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് മത്സരിച്ചിരുന്നില്ല. ഇങ്ങനെയാണ് ചേരിതിരിഞ്ഞ് നേതാക്കൾ തമ്മിലുള്ള വലിയ തർക്കം നടന്നത്. തർക്കത്തിൽ രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരണം എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. അവസാനം ഒരു സമവായം എന്ന നിലയ്ക്കാണ് നേതാക്കൾ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തി പുതിയൊരു ഫോർമുല ഉരുത്തിരിഞ്ഞത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒ.ജെ. ജനീഷ് വരുന്നു. വർക്കിംഗ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് ആരെയും നിയോഗിച്ചിരുന്നില്ല. പക്ഷേ സമവായ ചർച്ചകളുടെ ഭാഗമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് ബിനു ചുള്ളിയലിനെ ഉൾപ്പെടുത്തി. പകരം ബിനു ചുള്ളിയിൽ വഹിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് അബിൻ വർഗിയെ നിയോഗിച്ചു. ഒപ്പം തന്നെ എ വിഭാഗം നേരത്തെ വച്ചിരുന്ന എ വിഭാഗം ഐകകണ്ഠേന മുന്നോട്ട് വച്ചിരുന്ന കെ.എം. അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു സെക്രട്ടറിയായി നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കം കാരണം ഒരു സെറ്റിൽമെന്റ്, ഒരു സമവായ ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ പരസ്പരം തർക്കിച്ചിരുന്ന നേതാക്കളെല്ലാം വിവിധ ചുമതലകൾ നൽകി വിവിധ പോസ്റ്റുകൾ നിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സാധാരണ നിലയിൽ ഈ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ചും KPCC-യിലൊക്കെ ഈ നിലയിൽ എല്ലാ നേതാക്കൾക്കും അധികാര സ്ഥാനം നൽകാൻ വേണ്ടി പുതിയ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും ഈ ജംബോ കമ്മിറ്റികളൊക്കെ വരികയും ചെയ്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസിലും സമാനമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും നേതാക്കൾ തമ്മിലുള്ള തർക്കം കാരണം ഒന്ന്, ഇക്കാര്യങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ്, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ശൈലി അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിൽ നിന്ന് ഒരു പട്ടിക തയ്യാറാക്കുന്നു. ആ പട്ടികയിൽ നിന്നും ദേശീയ നേതൃത്വം ഇന്റർവ്യൂ നടത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ശേഷം 2ാം സ്ഥാനത്തുണ്ടായിരുന്ന അബിൻ വർഗിയാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടത്. അതാണ് തെരഞ്ഞെടുപ്പിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടനാ ചട്ടം. അത് പൂർണ്ണമായി ഇപ്പോൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ലംഘിക്കപ്പെട്ടാൽ സ്വാഭാവികമായി ആരെങ്കിലും കോടതിയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സെറ്റിൽമെന്റിലേക്ക്, ഒരു സമവായത്തിലേക്ക്, ഒരു ഫോർമുലയിലേക്ക് എത്താനുള്ള കൂടിയാലോചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഒപ്പം തന്നെ ഒ.ജെ. ജനീഷിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൂപ്പൺ അടിച്ച് പിരിവ് നടത്തി. പിരിച്ചെടുത്ത തുക ഇപ്പോൾ കണക്ക് ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ജില്ലാ പ്രസിഡന്റ് നൽകിയിട്ടില്ല. മാത്രമല്ല നിയമസഹായത്തിന് വേണ്ടിയിട്ടാണ്, അതായത് സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുകയോ പോലീസ് കേസ് ഉണ്ടാവുകയോ ചെയ്താൽ അവർക്ക് നിയമസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൂപ്പൺ അടിച്ച് പിരിവ് നടത്തിയത്. 100 രൂപ കൂപ്പൺ അടിച്ച് വ്യാപകമായി പിരിച്ചു. പക്ഷെ 18 ലക്ഷം രൂപ കാണുവാനില്ല എന്ന് ദേശീയ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് ഒ.ജെ. ജനീഷിനെതിരെ. അദ്ദേഹത്തിനെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിച്ചിരിക്കുന്നതെന്നാണ് അടുത്ത വിവാദം. ഇത് ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച ആളാണ് ഒ.ജെ. ജനീഷ്. അതായത് ഈ ഷാഫി പറമ്പിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ ആയതിനു ശേഷം രണ്ടാമത് പറഞ്ഞ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ലൈംഗിക പീഡന കേസിൽപ്പെട്ട് രാജിവെച്ച ശേഷം മൂന്നാമതും ഷാഫി പറഞ്ഞ പേരായിട്ടുള്ള ഒ.ജെ. ജനീഷിനെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ വാദം തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ കെ.സി. വേണുഗോപാൽ വിഭാഗത്തിന് അഭിമാനിക്കാം. കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നോമിനി ആയിട്ടുള്ള ഈ ബിനു ചുള്ളിയലിനെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും സമവായ ശ്രമങ്ങളുടെ ഭാഗമായി വിവിധ പോസ്റ്റുകളിലേക്ക്, വിവിധ തസ്തികകളിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. നൃപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനീഷുമായി ബന്ധപ്പെട്ട ഞാൻ അത് സൂചിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷ പദവി തെറിക്കാൻ കാരണമായത്
തുടരെയുള്ള ലൈംഗികാരോപണ പരാതികളാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി യൂത്ത് കോൺഗ്രസ് തന്നെ നേരിട്ടത് ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴിതാ OJ ജനീഷിനെതിരെ അധ്യക്ഷ പദവിയിൽ വരുന്നതിന് മുൻപ് തന്നെ അത്തരം ഒരു പരാതി തന്നെ നിലനിൽക്കുന്ന ആളുമാണ്. അതായത് നിന്നയാളേക്കാൾ ഒട്ടും മെച്ചമല്ല പുതുതായി വരുന്നയാൾ എന്നത് വേണം കരുതാനല്ലേ? തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളും ഈ OJ ജനീഷിനെ സംബന്ധിച്ച പേര് വിവരം കേട്ടിരുന്നെങ്കിലും ബിനു ചുള്ളിയിലോ അബിൻ വർക്കിയോ ആരെങ്കിലും ഒരാളായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത എന്നായിരുന്നു എല്ലാ നേതാക്കളും ഉറച്ചു വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ഷാഫി പറമ്പിൽ പറഞ്ഞ പേര് തന്നെ OJ ജനീഷിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിരോധാഭാസം. മാത്രമല്ല, അസിത് സൂചിപ്പിച്ചതുപോലെ വയനാട് തരത്തിൽ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തി 30 വീടുകൾ വെച്ച് നൽകുമെന്ന വാഗ്ദാനം നൽകി 88 ലക്ഷം രൂപ പിരിച്ചെടുത്തു. ആ പണം എവിടെ പോയെന്ന് അറിയില്ല. അതിനിടയിൽ വസ്തു വാങ്ങിയിട്ടില്ല, വീട് വെപ്പിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല, ഒരു നിശ്ചയവുമില്ല. ഈ ഘട്ടത്തിലാണ് ലൈംഗിക പീഡന കേസിൽ പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു പോകുന്നത്. പക്ഷെ അതേ പദവിയിൽ കൊണ്ടുവന്നത് തൃശ്ശൂരിൽ കൂപ്പൺ അടിച്ച് പണപ്പിരിവ് നടത്തി അതിന്റെ കണക്ക് വയ്ക്കാത്ത OJ ജനീഷിനെയാണ് വീണ്ടും ആ പദവിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാഭാവികമായും രണ്ട് കാര്യങ്ങളിൽ ഇനി യൂത്ത് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. ഒന്ന്, ഇക്കാര്യത്തിൽ വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്നു. ഒപ്പം തന്നെ തൃശ്ശൂരിൽ കൂപ്പൺ അടിച്ച് ഫണ്ട് പിരിവ് തട്ടിപ്പ് നടത്തിയ ആളെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നു. അത് സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ലീഡർഷിപ്പ് നൽകുന്ന സന്ദേശം എന്താണ്? കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. അസിത.